അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത് ഈമാൻ വർദ്ധിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിക്റിനെ കുറിച്ചാണ്. ഈമാൻ നഷ്ടപ്പെട്ട് മരിച്ചു പോകുന്നൊരു അവസ്ഥ, റബ്ബേ, അത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണല്ലോ. നമ്മളെപ്പോഴും റബ്ബ് സുബ്ഹാനഹു തആലയോട് ഈമാൻ കിട്ടി മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തുവാനും ദുആ ചെയ്യണം. കാരണം അത് ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈമാൻ ഊട്ടി ഉറപ്പിക്കുവാനും ദൃഢത വരുത്തുവാനും വേണ്ടിയിട്ട് ചൊല്ലേണ്ട ഒരു ദിക്റാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ദിക്റ് സുബ്ഹ് നിസ്കാരത്തിന് മുന്നെയായിട്ട് 40 തവണ ചൊല്ലുക. ദിക്ർ ഏതാണെന്ന് വെച്ചാൽ, യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത, യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത. ഈ ദിക്റാണ് ചൊല്ലേണ്ടത്. ഈ ദിക്ർ 40 തവണ എല്ലാ ദിവസവും സുബ്ഹ് നിസ്കാരത്തിന് മുന്നെയായിട്ട് ചൊല്ലുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ദിക്ർ ചൊല്ലിയതു കാരണം സുബ്ഹ് ഒരിക്കലും ഖളാ ആയി പോകരുത്. അതുകൊണ്ട് കുറച്ച് നേരത്തെ എണീറ്റ് 40 തവണ അക്ഷര സ്ഫുടതയോടു കൂടെയും അതിൻ്റെ ഒരു ഭവ്യതയോടു കൂടെയും ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ പതിവാക്കുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതോടുകൂടെ നമ്മുടെ ഈമാൻ ദൃഢതയുള്ളതും വിശ്വാസമുള്ളതുമാക്കി തീരുമാറാകട്ടെ. ഈമാൻ കിട്ടി മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മളെ എല്ലാവരെയും റബ്ബ് സുബ്ഹാനഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും മക്കൾക്കും ഭർത്താവിനും എല്ലാം ഈമാൻ കിട്ടി മരിക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാവരുടെയും അസുഖങ്ങൾ മാറി നല്ല ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റി സന്തോഷമുള്ള ഇസ്സത്തുള്ള ജീവിതം നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.